കേരളത്തിന്റെ DGP-ആയി നരേന്ദ്രമോദിയുടെ വിശ്വസ്തൻ റവാഡ ചന്ദ്രശേഖരനെ പിണറായി വിജയൻ നിയമിച്ചതോടെ വലിയ വലിയ രഹസ്യങ്ങളെല്ലാം പുറത്തു വരികയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ 2016 ചുമതല ഏറ്റെടുത്തതിന് ശേഷം നരേന്ദ്രമോദിയുടെ വിശ്വസ്തനായി മാറിയതും ആ പിൻബലത്തിൽ തന്നെ അദ്ദേഹം കാട്ടിക്കൂട്ടിയ തട്ടിപ്പുകളെല്ലാം വലിച്ചു പുറത്തിടുകയാണ് കൊല്ലം MP NK പ്രേമചന്ദ്രൻ. പിണറായി വിജയൻ ഒരിക്കൽ പരനാറി എന്ന് വിളിച്ച ഒരു MP ആരാണ് യഥാർത്ഥ പരനാറി എന്ന് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. കേരളത്തിലെ CPM-നെയും BJP-യെയും ബന്ധിപ്പിക്കുന്ന ദൃഢമായ ഹൗറ പാലമാണ് റവാഡ ചന്ദ്രശേഖരനെന്നും പിണറായി വിജയൻ സർക്കാർ പൂർണ്ണമായും BJP സംഘപരിവാർ ശക്തികൾക്ക് വിധേയപ്പെട്ടതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇത് എന്നും NK പ്രേമചന്ദ്രൻ MP വെളിപ്പെടുത്തുകയാണ്. കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ സ്പെഷ്യൽ ഡയറക്ടറും കേന്ദ്ര ക്യാബിനറ്റ് സുരക്ഷാ സെക്രട്ടേറിയറ്റിന്റെ സുരക്ഷാ സെക്രട്ടറിയുമായി നിയമിതനായ ഒരാളെ കേരള പോലീസിന്റെ തലപ്പത്ത് നിയമിക്കുന്ന നടപടി വളരെയധികം സംശയാസ്പദമാണെന്ന് പ്രേമചന്ദ്രൻ ഉറപ്പിക്കുകയാണ്. അഴിമതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെ നിരവധി CPM നേതാക്കൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പരിധിയിൽ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ BJP സംഘപരിവാർ ശക്തികളുടെ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങാതെ പാർട്ടിക്ക് മറ്റ് മാർഗമില്ല എന്ന് NK പ്രേമചന്ദ്രൻ വെളിപ്പെടുത്തുന്നു. ഈ നിഗൂഢമായ അവിഹിത ബന്ധം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് റവാഡ ചന്ദ്രശേഖരനെ കുറ്റവിമുക്തനാക്കി ന്യായീകരിക്കാൻ മത്സരിക്കുന്ന CPM നേതാക്കൾ കേരള സമൂഹത്തോട് തന്നെ പരസ്യമായി മാപ്പ് പറയണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. സഖാവ് പുഷ്പൻ ഉൾപ്പെടെ ധീരരായ 6 DYFI സഖാക്കളുടെ രക്തസാക്ഷിത്വത്തിനിടയാക്കിയ കൂത്തുപറമ്പ് വെടിവയ്പ് കേസിലെ പ്രധാന പ്രതിയെന്ന് CPM തന്നെ ആരോപിച്ച റവാഡ ചന്ദ്രശേഖരനെ CPM നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ തന്നെ സംസ്ഥാന DGP-ആയി നിയമിച്ചതിൽ ദുരൂഹതയുണ്ടെന്ന് NK പ്രേമചന്ദ്രൻ വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നു. 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം പ്രധാനമന്ത്രിയുമായി ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് TP സെൻകുമാറിനെ ഒഴിവാക്കി ലോക്നാഥ് ബെഹ്റയെ, അതായത് മോദിയുടെ വിശ്വസ്തനായ ലോക്നാഥ് ബെഹ്റയെ ആദ്യമായി DGP-ആയി നിയമിച്ചത്. ആ നിയമനത്തിന് സമാനമാണ് ഇപ്പോഴത്തെ DGP നിയമനവുമെന്ന് NK പ്രേമചന്ദ്രൻ ഉറപ്പിക്കുകയാണ്. സീനിയോറിറ്റിയിൽ ഒന്നാമനായ നിതിൻ അഗർവാളിനെ തഴഞ്ഞുകൊണ്ട് ജൂനിയറായ റവാഡ ചന്ദ്രശേഖരനെ സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിച്ചത് വളരെയധികം ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. MV രാഘവനെയും ഒടുവിൽ റവാഡ ചന്ദ്രശേഖരനെയും സ്വീകരിച്ച് ന്യായീകരിക്കാൻ CPM കേരളത്തിൽ നിർബന്ധിതമായിരിക്കുന്നുവെന്ന് എന്നത് പാർട്ടിയുടെ അധപ്പതനത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതാണെന്നും പ്രേമചന്ദ്രൻ വ്യക്തമാക്കുകയാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, CPM-ന്റെ അന്തകനാണ് പിണറായി വിജയൻ. ഭരണത്തിന്റെ ഓരോ ആനുകൂല്യങ്ങളും നരേന്ദ്രമോദിയോടൊപ്പം ചേർന്ന് പങ്കുവയ്ക്കുകയാണ് അദ്ദേഹം. അത് CPM-ന്റെ പാവപ്പെട്ട പ്രവർത്തകർ മാത്രം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അറിയേണ്ടത്. അവർ ഇപ്പോഴും കൈയടിക്കുകയാണ്. ഏതായാലും പ്രേമചന്ദ്രന്റെ ആ വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ കോളിളക്കമുണ്ടാക്കിയ സംഭവവികാസങ്ങളിലൊന്നായിരുന്നു കൂത്തുപറമ്പ് വെടിവയ്പ്. സ്വാശ്രയ വിദ്യാഭ്യാസ നയത്തിനെതിരായി പരിയാരം മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ട് അന്ന് DYFI-യുടെയും SFI-യുടെയും നേതൃത്വത്തിൽ ഇടതു ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭം നടക്കുന്ന കാലഘട്ടത്തിലാണ് MV രാഘവനെതിരായിട്ടുള്ള സമരത്തിന്റെ ഭാഗമായി കൂത്തുപറമ്പിൽ വെടിവയ്പുണ്ടായി. പുഷ്പൻ ഉൾപ്പെടെയുള്ള 5 പ്രധാനപ്പെട്ട ധീരരായ DYFI സഖാക്കൾ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നു. ആ 5 ധീരരായ DYFI സഖാക്കൾ രക്തസാക്ഷിത്വം വഹിക്കുന്നതിന് ആധാരമായ കൂത്തുപറമ്പ് വെടിവയ്പിന് ഉത്തരവാദിയായിട്ടുള്ള റവാഡ ചന്ദ്രശേഖർ, ഞങ്ങൾ ആരും പറഞ്ഞതല്ല, CPM തന്നെ പറഞ്ഞതാണ്. കൂത്തുപറമ്പ് വെടിവയ്പിന് പ്രധാനപ്പെട്ട ഉത്തരവാദി റവാഡ ചന്ദ്രശേഖറാണ് എന്ന് CPM ആരോപിച്ച അതേ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ്
റവാദ ചന്ദ്രശേഖർ എന്ന കുറ്റാരോപിതനായി CPM 17 വർഷക്കാലം കോടതിക്കകത്തും പുറത്തും നിരന്തരമായി വേട്ടയാടി അദ്ദേഹത്തെ കേരള സംസ്ഥാനത്തിൻ്റെ പോലീസ് മേധാവിയായി നിയോഗിച്ചിട്ടുള്ളത്. ഈ നിയമനം തീർത്തും ദുരൂഹമാണ്, ഒരു സംശയവും വേണ്ട. പിണറായി വിജയൻ ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും തമ്മിലുള്ള അവിഹിതമായ ബന്ധത്തിന്റെ അനന്തരഫലമാണ് ഈ DGP നിയമനം. ഞാനിത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം 2016 കേരള മുഖ്യമന്ത്രിയായി ശ്രീ പിണറായി വിജയൻ ചുമതലയേറ്റതിന് ശേഷം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് ചെന്ന ആ ദിവസം തന്നെയാണ്, അന്ന് അർദ്ധരാത്രിയിലാണ് DGPയായി സെൻകുമാറിന്റെ പേര് ഒഴിവാക്കി ലോക്നാഥ് ബെഹ്റയെ സംസ്ഥാന DGPയായി കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉത്തരവിറക്കിയത്. ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ നിയമനം, റവാഡ ചന്ദ്രശേഖരന്റെ നിയമനവും ലോക്നാഥ് ബെഹ്റയുടെ നിയമനവും തമ്മിൽ ഒരുപാട് സമാനതകളുണ്ട് എന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ തന്നെ സംസ്ഥാന ഗവൺമെന്റിന് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട 3 പേരിൽ ഏറ്റവും കൂടുതൽ സർവീസ് സീനിയറിറ്റിയുള്ള നിതിൻ അഗർവാൾ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് ഒഴിവാക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അത് അവഗണിച്ചുകൊണ്ടാണ് റവാഡ ചന്ദ്രശേഖർ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ സംസ്ഥാന പോലീസ് മേധാവിയായി നിയോഗിച്ചിട്ടുള്ളത്. സത്യത്തിൽ CPM ഒരു കാര്യം പറയണം, ഞങ്ങൾ ഇതാണ് ആവശ്യപ്പെടുന്നത്, ഒരു കാര്യം പറഞ്ഞാൽ മതി. ഞങ്ങൾ റവാഡ ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഇന്നതിനെ ന്യായീകരിക്കുമ്പോൾ എന്താണ് പരോക്ഷമായി ആ സമരം അനാവശ്യമായിരുന്നു, വെടിവയ്പ്പിനെ പോലും സാധൂകരിക്കുന്ന നിലയിലാണ് MV ഗോവിന്ദന്റെ പരാമർശം. കാരണം കോടതി വെറുതെ വിട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം റവാഡ ചന്ദ്രശേഖർ ഉൾപ്പെടെ മുഴുവൻ പേരെയും വെറുതെ വിട്ടു, അദ്ദേഹത്തെ മാത്രമല്ല. ആ കേസിൽ ആരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ അതിനെ സാധൂകരിക്കുന്നു, CPM അംഗീകരിക്കുന്നു എന്നുണ്ടെങ്കിൽ CPM ഒരു കാര്യം പരസ്യമായി സമ്മതിക്കുന്നു, ആ വെടിവയ്പ് യഥാർത്ഥത്തിൽ അനിവാര്യമായിരുന്നു എന്ന് പരോക്ഷമായി CPM സമ്മതിക്കുകയാണ്. അതാണ് പാർട്ടി സെക്രട്ടറിയുടെയും MV ജയരാജന്റെയും ന്യായീകരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ അതിനെ ന്യായീകരിക്കാൻ? കുറ്റവിമുക്തനാക്കിയത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല, റവാഡ ചന്ദ്രശേഖരൻ ഈ കാര്യത്തിൽ ഒരു ബന്ധവുമില്ല എന്ന് MV ജയരാജൻ അസന്നിഗ്ധമായി പറയുമ്പോൾ വെടിവയ്പ്പിനെ CPM ന്യായീകരിക്കുകയാണ്. 6 സഖാക്കൾ മരണപ്പെട്ട, ഇത്രയും കാലം കൂത്തുപറമ്പ് രക്തസാക്ഷിത്വത്തിന്റെ പേരിൽ കേരളത്തിലാകെ ക്യാമ്പയിൻ നടത്തിയ ആ രക്തസാക്ഷികളോട് പോലും കാണിക്കുന്ന കൊടും ക്രൂരതയാണ് CPM ഇപ്പോൾ. അപ്പൊ അതുകൊണ്ട് CPM ഒരു കാര്യം ചെയ്യണം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ CPM സംസ്ഥാന സെക്രട്ടറിയുടെ MV ജയരാജ്, സ്ഥലത്തുണ്ടായിരുന്ന MV ജയരാജൻ അടക്കമുള്ളവരുടെ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ കേരള സമൂഹത്തോട് പൊതുമാപ്പ് പറയണം CPM. ഞങ്ങൾ 17 വർഷക്കാലം നിയമപരമായി പോരാട്ടം നടത്തി, നിരന്തരമായി ക്യാമ്പയിൻ നടത്തിയ കൂത്തുപറമ്പ് വെടിവയ്പ് അനിവാര്യമായിരുന്നു എന്നും അനാവശ്യമായ നിലയിലുള്ള അക്രമോത്സുക സമരമായിരുന്നു ഞങ്ങൾ നടത്തിയത്, അതിൻ്റെ പേരിൽ വെടിവയ്പ് അനിവാര്യമായി തീർന്നു എന്ന് പരോക്ഷമായി സമ്മതിക്കുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് മാപ്പ് പറയാൻ CPM തയ്യാറാകണം എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്.